ആ വാർത്ത 24-ലെ ആ വലിയ മഹാമനസ്കരായ ആൾക്കാർ ഇട്ടപ്പോഴാണ് ഞാനും ആ വാർത്ത അറിയുന്നത്. മാധ്യമങ്ങൾക്ക് ഭാവനയുണ്ടെന്നറിയാം, പക്ഷേ ഇത്രയും വലിയൊരു ഭാവന എൻ്റെ മകനെക്കുറിച്ച് എഴുതിയത് തികച്ചും അങ്ങേയറ്റം എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചൊരു വാർത്തയാണ്. മാധ്യമധർമ്മം ഇങ്ങനെയൊന്നും ആവരുത് എന്നാണ് ആദ്യം തന്നെ 24-നോടും ഏഷ്യാനെറ്റിനോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അവർ രണ്ടുപേരുമാണ് മെയിനായിട്ട് ഈ വാർത്ത ഇട്ടത്. മറ്റുള്ളവരുടെ ചോര കുടിച്ച് ജീവിക്കുന്നതിനൊക്കെ ചിലപ്പം ചിലർക്കെങ്കിലും സുഖം ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് വളരെ സത്യസന്ധമായി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. എൻ്റെ മകൻ ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ വരുന്ന മറ്റു കുട്ടികളോ അല്ലെ കൂട്ടുകാരോ ഒക്കെ അവൻ കൂടിയിരിക്കുകയോ ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും അവനെ ചോദ്യം ചെയ്യുകയോ ഒക്കെ ചെയ്യും. പക്ഷെ വന്ന വാർത്ത എന്താ? 30 ഗ്രാം കഞ്ചാവുമായിട്ട് പ്രതിഭ MLA-യുടെ മകൻ എന്ന് പറഞ്ഞാണ് വാർത്ത വരുന്നത്. അപ്പം പ്രതിഭ MLA-യുടെ മകൻ എന്ന് പറയുമ്പോൾ മാത്രമല്ലേ ആ വാർത്തയ്ക്കൊരു ഹൈപ്പ് കിട്ടുകയുള്ളൂ. എന്തിനാ ഹൈപ്പിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വാസ്തവവിരുദ്ധമായ വാർത്തകൾ ഇടുന്ന? അങ്ങേയറ്റം തെറ്റായ വാർത്തയാണ്. നിയമ നടപടികൾ തീർച്ചയായിട്ടും 24-നെതിരെയും ഏഷ്യാനെറ്റിനെതിരെയും എന്നെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ, ഞാൻ വലിയ പണം കൊടുത്ത് ഇതൊന്നും ചെയ്യാൻ കഴിയുന്ന ആളോ അല്ലെങ്കിൽ കള്ളപ്പണം കയ്യിലുള്ള ആളോ ഒന്നുമല്ല. പക്ഷേ ഇത്തരത്തിലാണെങ്കിൽ ഇനി നാളെ സമൂഹത്തിലേക്ക് പൊതുപ്രവർത്തക എന്ന നിലയിലേക്ക് ഇറങ്ങി മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ ഏറ്റവും വലിയ ശക്തമായ ക്യാമ്പയിൻ ചെയ്യുന്നൊരു സ്ത്രീ കൂടിയാണ് ഞാൻ. ഇപ്പം എൻ്റെ മോനാണെങ്കിൽ പോലും അത് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ട് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ അടക്കം തള്ളിപ്പറയാനുള്ള ശേഷിയുണ്ട് മാനസികമായിട്ട് എനിക്ക്. പക്ഷേ ഇല്ലാത്തൊരു വാർത്ത പടച്ചു വിടുന്നതിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ളതാണ്. ഇപ്പം ഇന്നത്തെ തലമുറയിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെയൊക്കെ വേദനിപ്പിക്കും. ഞാൻ വിമൻ ആൻഡ് ചിൽഡ്രൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന നിലയിൽ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്, ഞങ്ങൾ എടുക്കുന്നൊരു സബ്ജക്റ്റ് കൂടിയാണ് ഡ്രഗ്സ്. 100 കുട്ടികളെ എടുത്താൽ അതിൽ 50 പേരും ഇത്തരത്തിലുള്ള ബാഡ് ഹാബിറ്റിന് അടിമപ്പെടുന്ന ഒരു കാലത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അപ്പോൾ ആ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇവരെല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്താണ് ജീവിക്കുന്നത്. അപ്പം ആരാണ് ഉപയോഗിക്കുന്നത്, എവിടെയാണിത് വെച്ചിരിക്കുന്നത്, ഏതാണ് സോഴ്സ് ഒന്നും അറിയത്തില്ല. പക്ഷേ ഇവിടെ നമ്മുടെ വിഷയമല്ല. അപ്പോൾ അതിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ സൂചിപ്പിച്ചാണ്. പക്ഷേ ഇവിടെ നിർഭാഗ്യകരമായ വാർത്ത എന്ന് പറഞ്ഞാൽ, ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ എൻ്റെ ഓഫീസിനോടോ ആരോടെങ്കിലും ഒന്ന് ചോദിക്കാമായിരുന്നു ഇത്തരത്തിലൊരു കാര്യം നടക്കുമ്പോൾ MLA കോൺടാക്ട് ചെയ്യും. ഞാൻ സ്വാഭാവികമായിട്ട് രാവിലെ മുതൽ പ്രോഗ്രാമുകളിൽ നിൽക്കുന്ന ഒരാളാണ്. ഈ വാർത്ത വരുന്ന സമയത്ത് ഞാനിതൊന്നും കാണുന്നില്ല. എൻ്റെ കയ്യിൽ അന്നേരം ഫോണോ അല്ലെങ്കിൽ വാർത്ത കാണാനുള്ള സംവിധാനമോ ആ സമയത്തില്ല. പക്ഷെ പലരും ഞാൻ വാഹനത്തിലേക്ക് കയറുമ്പോഴാണ് ഇങ്ങനെ 24-ൽ വാർത്ത വരുന്നല്ലോ എന്ന്. ഞാൻ ആ സ്ക്രീൻഷോട്ട് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. MLA-യുടെ മകനെന്ന് തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ അവിടെയും MLA ആണ്. MLA-യുടെ ആ ഒരു ബ്ലഡിനുള്ളൊരു ടേസ്റ്റാണ് 24 ഏഷ്യാനെറ്റും കാണിച്ചത്. മാധ്യമങ്ങൾക്ക് വൈരാഗ്യമാകാം രാഷ്ട്രീയക്കാരോട്, പക്ഷേ ഇതുപോലുള്ള ഇത്രയും വൃത്തികെട്ട മനസ്ഥിതി പാടില്ല എന്നുള്ളത് ദയവ് ചെയ്ത് എനിക്ക് ആ 2 ചാനലിനോടും അഭ്യർത്ഥിക്കാനുള്ളത്, ആ വാർത്ത പിൻവലിക്കണം, ഖേദം പ്രകടിപ്പിക്കണമെന്ന് തന്നെയാണ്.